എല്ലാവർക്കും സ്വാഗതം. 2 കായും 250 ഗ്രാം ചേനയും വെച്ച് പുളിക്കുത്തി ഉണ്ടാക്കാം. ഒരു പഴയ കാലത്തെ രുചിയാണ്. അതൊന്ന് ചതുരത്തിലരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചേക്കുക. അതിനുശേഷം ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുക്കുക. അതിനുശേഷം ഈ ചേന മറ്റും വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുക്കുക. പിന്നെ ഒരു സ്പൂൺ ഉലുവ, 1 സ്പൂൺ കുരുമുളക്, 1 സ്പൂൺ ജീരകം, 1/2 സ്പൂൺ ഉലുവ, പിന്നെ 2 സ്പൂൺ തോരപ്പരിപ്പ്, പിന്നെ 15 ഉണക്കമുളക്, 2 കറിവേപ്പില. ഇതൊന്ന് വറുത്ത്, ഇതൊരു ചെറിയ പാനകത്ത് ചെറിയ ചൂടിലൊന്ന് വറുത്ത് ഒന്ന് ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വറുക്കുക. ചെറിയ ചൂടിലൊന്ന് വറുത്തെടുക്കുക. ചെറിയ ചൂടിൽ ഇപ്പം ചെറിയൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ബ്രൗൺ കളറായി വരുന്നത്. ഇപ്പം ബ്രൗൺ കളറായിട്ടുണ്ട്. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിനകത്തിട്ടിട്ട് ഇതൊരു 1 മിനിറ്റ് നല്ലോണം പൊടിക്കുക. ഇതേപോലെ നല്ല പൊടിയായിരിക്കും. അതിനുശേഷം ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് 4 സ്പൂൺ വെളിച്ചെണ്ണ, 1 സ്പൂൺ കടുക് ഇട്ട് ഒന്ന് വറുത്തെടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ചേന കായും കൂടെ കഴുകി വെച്ചത് അതിനകത്തിട്ട് നല്ലൊരു ഇളക്കുക. നല്ല വെളിച്ചെണ്ണ നല്ലൊന്ന് ഇളക്കി വെക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വയ്ക്കുന്ന പുളിവെള്ളം നല്ലപോലെ പിഴിഞ്ഞ് ആ പുളിവെള്ളം ഇതിനകത്തോട് ഒഴിക്കും. എന്നിട്ട് നല്ലൊരു ഇളക്കുക. ഇത് നല്ല ടേസ്റ്റായിട്ടുള്ള നല്ല ഒരു വിഭവമാണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണും. എങ്കിലേ ടേസ്റ്റായിട്ടുള്ള റെസിപ്പി കിട്ടും. പിന്നെ 1 സ്പൂൺ ഉപ്പും കൂടെ, 1 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഇതൊന്ന് അടച്ചു വെച്ചൊരു 5 മിനിറ്റ് നല്ലോണം വേവിക്കുക. ഒരു പകുതി വേവാകുമ്പോഴത്തേക്ക് നമ്മൾ മിക്സിക്കകത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നത് അത് പൊടിച്ച് വെച്ചത് ഇച്ചിരി കൂടുതലുണ്ട്. അത് ഒരു 5 സ്പൂൺ, അതിൽ നിന്ന് ഒരു 5 സ്പൂൺ എടുത്താൽ കുറച്ച് കൂടുതൽ കാണും. 5 സ്പൂൺ എടുത്തിട്ട് ഇതിനകത്ത് നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം ഇളക്കാം. അപ്പോൾ ഇത് പഴയ കാലത്തുള്ള ബ്രാഹ്മണർ ഉപയോഗിച്ചിരുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് നല്ലോണം മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ല ഇളക്കുക. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 12 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കും. എടുത്ത് തുറക്കുമ്പോൾ എന്താണ്ട് ഇതേപോലെ ഇരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.